മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും സമർത്ഥമായി അനുഗ്രഹിക്കുകയും അവിടുത്തെ കൃപകളാലും അനുഗ്രഹങ്ങളാലും നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 12-ാമത്തെ അധ്യായത്തിൻ്റെ 7-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിച്ച് ധ്യാനിക്കുകയാണ്. ബലിയല്ല, കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നതിൻ്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ നിങ്ങൾ നിരപരാധരെ കുറ്റം വിധിക്കുമായിരുന്നില്ല. ഈ തിരുവചനത്തിലൂടെ ഈശോനാഥൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ ദൈവം നിയമത്തിൻ്റെ ദൈവമല്ല, സ്നേഹത്തിൻ്റെ ദൈവമാണ്. ദൈവം നിയമത്തിൻ്റെ കാവൽക്കാരനല്ല, സ്നേഹത്തിൻ്റെ ഉറവിടമാണ്. ദൈവം സ്നേഹമാണ്. പ്രിയപ്പെട്ടവരെ, നിന്റെ ജീവിതത്തിൽ ദൈവം ഇടപെടാൻ ആഗ്രഹിക്കുന്നത് നിയമത്തിൻ്റെ വഴിയിലൂടെയല്ല, സ്നേഹത്തിൻ്റെ വഴിയിലൂടെയാണ്, കരുണയുടെ വഴിയിലൂടെയാണ്, കരുതലിൻ്റെ വഴിയിലൂടെയാണ്. അതുകൊണ്ട് തന്നെ നിന്റെ ജീവിതത്തിൽ എന്തെല്ലാം കുറവുകളുണ്ടായാലും, നീ ഏതെല്ലാം ബലഹീനതകളിലൂടെ കടന്നുപോയാലും നീ നിരാശപ്പെടേണ്ട കാര്യമില്ല, ഭയപ്പെടേണ്ട കാര്യമില്ല. കരുണയോടെ, സ്നേഹത്തോടെ, കരുതലോടെ നിന്നെ കാത്തിരിക്കുന്ന ഈശോയുടെ മുൻപിലേക്ക് ജീവിതത്തിൻ്റെ കുറവുകളെ ഏറ്റുപറഞ്ഞ് അനുദപിക്കുന്ന ഹൃദയവുമായി കടന്നു ചെന്നാൽ നിന്റെ ജീവിതത്തിലേക്ക് അവിടുന്ന് കരുണ വർഷിക്കും, സ്നേഹം വർഷിക്കും, കരുതൽ നൽകി അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കും. വീണ്ടും ഈ തിരുവചനത്തിലൂടെ ഈശോനാഥൻ നമ്മോട് പറയുന്നത്, മറ്റുള്ളവരെ നാം കുറ്റപ്പെടുത്തുന്നത് നമ്മുടെ മനസ്സിൽ കരുണ വറ്റുമ്പോഴാണ് എന്നുള്ളതാണ്. നമ്മുടെ ഉള്ളിൽ കരുണയുടെ മനോഭാവം ഉണ്ടായിരിക്കണം. കാരണം ദൈവം കാരുണ്യമാണ്. ദൈവത്തിൻ്റെ കരുണ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മൾ സ്വീകരിക്കുമ്പോൾ ആ കരുണയുടെ വറ്റാത്ത ഉറവിടമായി നമ്മുടെ ഹൃദയങ്ങളെ സൂക്ഷിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. കാരണം നമ്മെപ്പോലെ തന്നെ കുറവുകളുള്ളവരാണ് നമ്മുടെ അരികിലുള്ളവർ. നമ്മളെപ്പോലെ തന്നെ ബലഹീനതകളുള്ളവരാണ് നമ്മുടെ ചുറ്റുമുള്ളവർ. അതൊരു പക്ഷേ നിൻ്റെ ഭാര്യയായിരിക്കാം, നിൻ്റെ ഭർത്താവായിരിക്കാം, നിൻ്റെ മക്കളായിരിക്കാം, നിൻ്റെ മാതാപിതാക്കളായിരിക്കാം, സഹോദരങ്ങളായിരിക്കാം, അയൽവക്കക്കാരായിരിക്കാം, കൂടെയുള്ളവരായിരിക്കാം. ആരു തന്നെയായിരുന്നാലും നിന്നെപ്പോലെ ജീവിതത്തിൽ കുറവുകളും ബലഹീനതകളുമുള്ള നിൻ്റെ സഹോദരന് നീ കരുണ കൊടുക്കുവാനായിട്ട് നിനക്ക് സാധിക്കണമെന്ന് ഈശോനാഥൻ ഈ വചനത്തിലൂടെ വ്യക്തമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. നിൻ്റെ കടമയാണ് കരുണയോടെ അവരെ നോക്കുക, സൂക്ഷിക്കുക എന്നുള്ളത്. ദൈവം നൽകുന്ന ആ കരുണ ഈ അവരന് കൊടുക്കുമ്പോൾ മാത്രമേ ദൈവത്തിൽ നിന്ന് ആ കരുണയെ സ്വീകരിക്കാനായിട്ട് നിനക്ക് സാധിക്കുകയുള്ളൂ. ഈ കരുണ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതായി തീരുമ്പോഴാണ് നമ്മൾ മറ്റുള്ളവരെ കുറ്റം വിധിക്കുന്നത്. ദൈവത്തിൽ നിന്ന് സ്വീകരിക്കുന്ന കരുണ നമ്മിൽ തന്നെ അവസാനിച്ചു പോകരുത്. ആ കരുണ വറ്റാതെ നമ്മുടെ ഉള്ളിൽ നിലനിർത്തി അവരന് ആ കരുണ പകർന്നു നൽകുമ്പോൾ കൂടുതൽ കൃപ ദൈവത്തിൽ നിന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകുന്നു. നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായിട്ട് നമുക്ക് കർത്താവിന് സമർപ്പിക്കാം. നമ്മുടെ ജീവിതത്തിൻ്റെ കുറവുകളെയും, നമ്മുടെ ജീവിതത്തിൻ്റെ ഇല്ലായ്മകളെയും, നമ്മുടെ ജീവിതത്തിൻ്റെ ഭാരങ്ങളെയും, നമ്മുടെ ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകളെയും കർത്താവിന് നമുക്ക് കൊടുക്കാം. കരങ്ങളെ യാചനയോടെ പിടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ഇവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്കും അധ്വാനങ്ങളിലേക്കും ഈ ദിവസം അങ്ങ് ഇറങ്ങിച്ചെന്ന് ഇവരെ സഹായിക്കണമേ, സംരക്ഷിക്കണമേ. ഈശോനാഥ, ഇവരുടെ ജീവിത വഴികളിൽ അങ്ങ് ഇവരുടെ കൂടെ ഉണ്ടായിരിക്കണമേ. ഈ ദിവസം ഇവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഇവരെ സഹായിക്കണമേ. ഈശോയെ, ഈ ദിവ്യകാരുണ്യത്താൽ ആശീർവദിക്കുമ്പോൾ ഇവരിൽ നിന്ന്, ഇവരുടെ ജീവിതത്തിൽ നിന്ന്, അധ്വാന മേഖലകളിൽ നിന്ന്, വഴികളിൽ നിന്ന് സർവ്വ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും പിശാചിൻ്റെ ഉപദ്രവങ്ങളും നാരകീയ ശക്തിയുടെ പ്രവർത്തനങ്ങളും പൈശാചിക അരൂപികളുടെ പ്രവർത്തനങ്ങളും നിർവീര്യമായി തീരട്ടെ എന്ന് കൽപ്പിക്കുന്നു. പരാജയങ്ങൾ ഇപ്പോൾ ഇവരിൽ നിന്ന് മാറിപ്പോകട്ടെ. ദുഷ്ടത ഇവരിൽ നിന്ന് ഇല്ലാതായി തീരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.